നമസ്കാരം. PISൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. അപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ്, ടൈപ്സ്, ബെനിഫിറ്റ്സ്, ഫങ്ഷൻസ് മുതലായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം മീൻസ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ദാറ്റ് അസിസ്റ്റ് മാനേജേഴ്സ് ടു ടേക്ക് ഡിസിഷൻസ്. മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ അസിസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ആപ്ലിക്കേഷനാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റു രീതിയിൽ പറയാം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം യൂസ്ഡ് ടു ഇംപ്രൂവ് എ കമ്പനീസ് ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ്. അപ്പം ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ആപ്ലിക്കേഷനാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കോമ്പോണൻറ്റ്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പം ഇങ്ങനെയുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് എന്തൊക്കെ കോമ്പോണൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക? അപ്പം 4 കമ്പോണൻറ്റ്സ് ആണ് പറയുന്നത്. ഡാറ്റാബേസ് അല്ലെങ്കിൽ നോളജ് ബേസ്, അതുപോലെ DSS സോഫ്റ്റ്വെയർ, മോഡൽ ബേസ്, പീപ്പിൾ റിസോഴ്സസ്. ഇത്രയാണ് കോമ്പോണൻറ്റ്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ് ഡാറ്റാ ബേസ് അല്ലെങ്കിൽ എന്താണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. അപ്പം ഡാറ്റാ ബേസ് മീൻസ് DSSൻ്റെ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ഫ്രം ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ കമ്പനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. അത് ഇൻറ്റേർണലി ഉള്ള ഇൻഫർമേഷൻ ആവാം, എക്സ്റ്റേണലി ഉള്ള ഇൻഫർമേഷൻ ആവാം. അപ്പം ഡാറ്റാ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻസ് ആണ്. ഇൻഫർമേഷൻസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റാ ബേസ് പറയുന്നത്. ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിസോഴ്സസ് നിന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷനാണ് ഡാറ്റാ ബേസിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയുന്നതാണ് ഇറ്റ്സ് എ ലൈബ്രറി ഓഫ് ഇൻഫർമേഷൻ. ഓർഗനൈസേഷൻ ആവശ്യമുള്ള ഇൻഫർമേഷൻസിൻ്റെ ലൈബ്രറിയാണ് DSSൻ്റെ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. അപ്പം DSS യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ നോളജ് ബേസ് അല്ലെങ്കിൽ ഡാറ്റാ ബേസിൽ ആയിരിക്കും. ഇതിന് അടുത്ത കോമ്പോണൻ്റ് ആണ് DSS സോഫ്റ്റ്വെയർ. DSS സോഫ്റ്റ്വെയറിനെ DSS ജനറേറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ദ സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ്ഡ് ഫോർ ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഡാറ്റാ ബേസിൽ ഒരുപാട് ഇൻഫർമേഷൻസ് സേവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഡാറ്റയെ അനലൈസ് ചെയ്യണം. അങ്ങനെ ഡാറ്റയെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂളുകളാണ് DSS സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ DSS സോഫ്റ്റ്വെയർസ് കണ്ടെയ്ൻ ദ സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ്ഡ് ഫോർ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂളുകൾ അടങ്ങിയിട്ടുള്ള DSSൻ്റെ കോമ്പോണൻ്റ് ആണ് DSS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ DSS സോഫ്റ്റ്വെയറിൽ മോഡൽ ബേസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് മോഡൽസ് അടങ്ങിയിട്ടുള്ള ഇതാണ് DSS സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ DSS സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് മാനേജസ് ദ ക്രിയേഷൻ, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് മോഡൽസ് ഫ്രം ദി മോഡൽ ബേസ്. അപ്പം DSSൻ്റെ മോഡൽ ബേസിൽ നിന്ന് മോഡൽ ബേസിൽ എന്ത് ചെയ്യുക? മോഡൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മോഡൽസിനെ സ്റ്റോർ ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ DSSൻ്റെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് DSS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം DSS സോഫ്റ്റ്വെയറിൻ്റെ മറ്റു പേരാണ് DSS ജനറേറ്റേഴ്സ്. അപ്പോൾ DSS ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ടൂൾസ് ആണ്. ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് എന്ന് പറയുന്നത് മോഡൽ ബേസസും അതുപോലെ തന്നെ വേരിയസ് മോഡൽസും ആണ്. അപ്പോൾ മോഡൽ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേരിയസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസിനെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഭാഗമാണ് DSS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡൽ ബേസ് ആണ്. അപ്പോൾ മോഡൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? മോഡൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് മോഡൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? സിമുലേഷൻ ഓഫ് റിയൽ വേൾഡ് സിസ്റ്റം വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ സിമുലേഷൻ ഓഫ് എ റിയൽ വേൾഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പം റിയൽ വേൾഡ് സിസ്റ്റം ഇപ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെഷീൻ്റെ മോഡൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സിമുലേറ്റ് ചെയ്യും. നമ്മുടെ മുമ്പിൽ അതിൻ്റെ മോഡൽ വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെ നമുക്ക് അതേപോലെ കാണിച്ചിരുന്നതിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ മോഡൽ അല്ലെങ്കിൽ മെഷീൻ്റെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നമ്മളെ മുമ്പിൽ കാണിക്കുകയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഉള്ള ഒരു റിയൽ വേൾഡ് സിസ്റ്റത്തിനെ സിമുലേറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം മോഡൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് കളക്ഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡൽസ് ആണ്. അപ്പം മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് ആവശ്യം വരും. അങ്ങനെയുള്ള മോഡൽസ് അത് മാത്തമാറ്റിക്കൽ മോഡലാവാം, അനലിറ്റിക്കൽ മോഡൽസ് ആവാം. ഇതിൻ്റെ കളക്ഷനെയാണ് DSSൻ്റെ അതിൻ്റെ കളക്ഷനെ വിളിക്കുന്നതാണ് മോഡൽ ബേസ്.
അപ്പോൾ മോഡൽ ഓർക്കുക, മോഡൽ ഫിസിക്കൽ മോഡലാവാം, മാത്തമാറ്റിക്കൽ മോഡലാവാം. അപ്പോൾ ഫിസിക്കൽ മോഡലിൻ്റെ എക്സാമ്പിൾസ് ആണ് ഒരു മെഷീൻ്റെ മോഡലൊക്കെ എന്താണ് ഫിസിക്കൽ മോഡലാണ്. ഇനി മാത്തമാറ്റിക്കൽ മോഡൽസിന് എക്സാമ്പിളാണ് ഇക്വേഷൻസ്. അപ്പോൾ വേരിയസ് ഇക്വേഷൻസ് വേണ്ടി വരും മാനേജ്മെൻറ്റിന് ചില കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വെർബൽ മോഡൽസ് ഉണ്ടാവും. മീൻസ് എന്താണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പ്രൊസീജിയറാണ്. ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോവേണ്ടത്, അതാണ് വെർബൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പം വെർബൽ മോഡൽസും ഇക്വേഷൻസും ഒക്കെ എന്താണ് മാത്തമാറ്റിക്കൽ മോഡൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡലുകളെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷനെയാണ് മോഡൽ ബേസ് എന്ന് പറയുന്നത്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള മോഡൽസ് ആണ് പറയാൻ പോകുന്നത് നെക്സ്റ്റ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള മോഡൽസ് എന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആവശ്യം വരും. മീൻസ് എന്താണ് മീന്, മീഡിയൻ, മോഡ് ഇതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള മോഡലുകളെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഒപ്റ്റിമൈസേഷൻ മോഡലാണ്. ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുക, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള യൂസേജിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡിറ്റർമൈൻ ദ ഒപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ ടു മാക്സിമൈസ് ഓർ മിനിമൈസ് സ്പെസിഫൈഡ് വേരിയബിൾസ് സച്ച് ആസ് കോസ്റ്റ് ഓർ ടൈം. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമം റിസോഴ്സ് അലോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒപ്റ്റിമം റിസോഴ്സ് അലോക്കേഷൻ ചെയ്യാൻ കഴിയുക? ഒരു വേരിയബിളിനാണ്, അപ്പോൾ നമ്മൾ കോസ്റ്റിനെയാണ് നോക്കുന്നതെങ്കിൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാം. ഇനി ടൈം ആണെങ്കിൽ മിനിമം ടൈമിൽ എങ്ങനെ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാം, ഈ കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്ന മോഡലുകളാണ് ഒപ്റ്റിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ടു ഫോർകാസ്റ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് ബിസിനസ് പ്രോസ്പെക്റ്റ്. അപ്പം എന്താണ് ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു പ്രോസ്പെക്റ്റിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡലിനെയാണ് ഫോർകാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർകാസ്റ്റിംഗ് സെയിൽസ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇനി വരാൻ പോകുന്ന സെയിൽസിനെ ഫോർകാസ്റ്റ് ചെയ്യണം. അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോഡലുകളാണ് ഫോർകാസ്റ്റിംഗ് മോഡൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡലാണ്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു ഡിറ്റർമൈൻ ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വൺ ഓർ മോർ ഫാക്ടേഴ്സ് ഓൺ ഔട്ട്കംസ്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെ ഇഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഫാക്ടറുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഡിസിഷനെ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡലുകളാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ എന്താണ്? ടു ഡിറ്റർമൈൻ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വൺ ഓർ മോർ ഫാക്ടേഴ്സ് ഓൺ ഔട്ട്കം. നമ്മുടെ ഔട്ട്കത്തിൻ്റെ മുകളിൽ മറ്റുള്ള ഫാക്ടേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ ഇഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറയുന്ന മോഡലുകളാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് വാട്ട് ഇഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റഡ്ലി ആൻസർ കൊടുക്കുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം, അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോമൺ മോഡൽസ് ഇൻ മോഡൽ ബേസ് ഓഫ് DSSൻ്റെ മോഡൽ ബേസിൽ വരുന്ന കോമൺ ആയിട്ടുള്ള മോഡൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് പീപ്പിൾ റിസോഴ്സസ്. സോഫ്റ്റ്വെയറുള്ള പീപ്പിൾ റിസോഴ്സസ് ആണ്. ഇപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് DSSൻ്റെ പീപ്പിൾ റിസോഴ്സ് എന്ന് പറയുന്ന കോമ്പോണൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഹു വാണ്ട്സ് ടു ടേക്ക് ഡിസിഷൻ എടുക്കേണ്ട മാനേജേഴ്സിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് DSSൻ്റെ പീപ്പിൾ റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഓൾസോ ഇൻക്ലൂഡ് എക്സ്പേർട്സ് ഓർ ഇൻഫർമേഷൻ സ്പെഷ്യലിസ്റ്റ് ഹു ഡെവലപ്പ് ആൻഡ് ഡിസൈൻ എ സ്യൂട്ടബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം. അപ്പം DSSന് വേണ്ടിയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന അതിൻ്റെ എക്സ്പേർട്സുകളും അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ സ്പെഷ്യലിസ്റ്റുകളും ഒക്കെ എന്താണ് അതിൻ്റെ പീപ്പിൾ റിസോഴ്സസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയാണ് എന്ത് വിളിക്കുന്നത്? പീപ്പിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് DSSൻ്റെ കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 കോമ്പോണൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഡാറ്റാബേസ് അല്ലെങ്കിൽ നോളജ് ബേസ്. നോളജ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റയാണ്, അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റേനെയാണ് ഡാറ്റാബേസ് അല്ലെങ്കിൽ നോളജ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റനെ അനലൈസ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ ടൂൾസ് ആവശ്യമുണ്ട്. അതാണ് DSSൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതൊക്കെ എന്താണ്? സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ മോഡൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന അതിൻ്റെ മോഡൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മോഡൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമുണ്ട്. ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് യൂസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ് DSSൻ്റെ പീപ്പിൾ റിസോഴ്സസ് ആണ്. അപ്പോൾ ഇത്രയാണ് കോമ്പോണൻസ് ഓഫ് DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് DSS ആണ്. അപ്പോൾ DSSന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ക്വിക്ക് റെസ്പോൺസ് ടു ഓൾ ക്വസ്റ്റ്യൻസ് ബൈ മാനേജ്മെൻറ്റ്. അപ്പോൾ DSSൻ്റെ ഫംഗ്ഷനാണ് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക. മാനേജ്മെൻറ്റ് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റിനും ക്വിക്കായിട്ട് ഇപ്പോൾ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ വേണ്ട സമയത്ത് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഡാറ്റയെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മോഡൽ ബേസുകൾ യൂസ് ചെയ്ത് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ മാനേജ്മെൻറ്റ് എന്താണോ ചോദിക്കുന്നത് അതിന് ക്വിക്ക് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് DSSൻ്റെ ഫംഗ്ഷനാണ്. ദെൻ മോണിറ്റർ ആൻഡ് കൺട്രോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും DSSന് സാധിക്കും. അപ്പോൾ DSS എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ആൻഡ് കൺട്രോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി സാധിക്കും. ദെൻ ആക്ട് ആസ് എ യൂസർ ഇൻ്റർഫേസ് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ഡാറ്റാബേസ്. അപ്പോൾ മാനേജേഴ്സിന് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഡിസിഷൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കമ്പ്യൂട്ടർ ഡാറ്റാബേസ് ബിസിനസ്സിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കേണ്ട മാനേജേഴ്സിനും ഡാറ്റാബേസിനിടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഡിസിഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് DSS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്ന സിസ്റ്റമാണ് DSS എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവർക്കിടയിൽ മാനേജേഴ്സിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റാബേസിനിടയിൽ ഒരു ഇൻ്റർഫേസ് ആയി നിൽക്കുക എന്നുള്ളതും DSSൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. അപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ടൈപ്സിൽ പറയുന്നതാണ് മോഡൽ ഡ്രിവൻ DSS ഉണ്ട്, ഡാറ്റ ഡ്രിവൻ DSS, കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ, ഡോക്യുമെൻറ്റ് ഡ്രിവൻ, നോളജ് ഡ്രിവൻ, വെബ് ബേസ്ഡ് DSS, പേഴ്സണൽ DSS, ഇൻ്റലിജൻറ്റ് DSS, ഡെസ്ക്ടോപ്പ് DSS. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് DSS എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മോഡൽ ഡ്രിവൻ DSS. അപ്പോൾ മോഡൽ ഡ്രിവൻ DSS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് യൂസസ് മോഡൽസ് ടു പെർഫോം വേരിയസ് അനാലിസിസ്. അപ്പം മാനേജ്മെൻറ്റിന് ആയിട്ടുള്ള വേരിയസ് അനാലിസിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ് മോഡൽ ഡ്രിവൻ DSS എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡിസിഷൻസ് എന്തിൻ്റെ ബേസിലായിരിക്കും? മോഡൽസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? മാനേജേഴ്സ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ മോഡൽസ് ടു കം അപ്പ് സൊല്യൂഷൻ ഓർ സ്ട്രാറ്റജി. ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോഡൽസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് DSS ആണ് മോഡൽ ഡ്രിവൻ DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡാറ്റ ഡ്രിവൻ DSS. അപ്പോൾ ഡാറ്റ ഡ്രിവൻ DSS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കളക്ട്സ് ഡാറ്റ ഫ്രം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് അനലൈസസ് ദിസ് ഡാറ്റ ഫോർ ടേക്കിംഗ് വേരിയസ് ഡിസിഷൻസ്. അപ്പം ഡാറ്റ എവിടെ നിന്ന് കളക്ട് ചെയ്യുക? ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റയെ കളക്ട് ചെയ്ത് ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് അനാലിസിസ് നടത്തിയിട്ട് വേരിയസ് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അത്തരം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡാറ്റ ഇപ്പോൾ എന്താണ് ഡാറ്റ ഡ്രിവൻ DSS കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കേഴ്സിന് ഫിറ്റ് ആവുന്ന രീതിയിൽ മീൻസ് അവർക്ക് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അതിലൂടെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഡാറ്റ ഈസ് മാനിപ്പുലേറ്റഡ് ടു ഫിറ്റ് ഡിസിഷൻ മേക്കേഴ്സ് നീഡ്. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക. അതിലൂടെ അവർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പം മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ ഡിസിഷൻ സിസ്റ്റംസ് ആർ ടാർഗറ്റഡ് അറ്റ് ഇൻറ്റേർണൽ ടീംസ് ഇൻക്ലൂഡിങ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സ് അടക്കമുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ടീംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മീൻസ് ബിസിനസ്സിന് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. മീൻസ് ഇൻറ്റേർണലിലുള്ള ടീമുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അങ്ങനെ ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്കിടയിലുള്ള ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSS എന്ന് പറയുന്നത്. അപ്പോൾ DSS എന്താണ്? എൻഹാൻസസ് ഡിസിഷൻ മേക്കിംഗ് ബൈ
enabling communication and sharing information between group of people ആണ്. ഓർഗനൈസേഷനിലുള്ള ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക. അതുപോലെ ആ കമ്മ്യൂണിക്കേഷനിലൂടെ വേണ്ട ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക. അതിലൂടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSSൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഓർക്കുക, പർപ്പസ് ഓഫ് എന്താണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മീറ്റിങ്ങുകളും അതുപോലെ തന്നെ അവരുടെ കൊളാബറേഷൻസും ഒക്കെയാണ്. മീൻസ് എംപ്ലോയീസിനിടയിൽ മീറ്റിങ്ങുകൾ നടക്കുക, അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് മെയിൻ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSS ഈസ് ടു കണ്ടക്ട് മീറ്റിംഗ് ഓർ ഫോർ യൂസേഴ്സ് ടു കൊളാബറേറ്റ്. ആളുകളെ എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊളാബറേറ്റ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ എന്താണ് മീറ്റിംഗ് നടത്തിയിട്ട് അവർക്കിടയിൽ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അപ്പം കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSSന് എക്സാമ്പിൾസ് ആണ് ചാറ്റ്സ് ആൻഡ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സോഫ്റ്റ്വെയർസ്. ആളുകളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ കൊളാബറേഷൻസ് ആൻഡ് നെറ്റ് മീറ്റിംഗ് സിസ്റ്റംസ്. അപ്പം നെറ്റിലൂടെ മീറ്റിംഗ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓൺലൈൻ കൊളാബറേഷൻസ്, ഇവയൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSS ആണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കിക്കൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS. അപ്പം ഇറ്റ് ഫോക്കസസ് ഓൺ റിട്രീവൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്. അപ്പോൾ ഡാറ്റ ഡ്രിവനിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഓൾറെഡി ഉള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാറ്റ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റേനെ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, അതിലൂടെ അവരെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റിട്രീവൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻ്റ് ആണ്. ഒരുപാട് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്സിനെ റിട്രീവ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതാണ് ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത്. അവർക്ക് പർപ്പസ് ഓഫ് DSS ഈസ് ടു സെർച്ച് വെബ് പേജസ് ആൻഡ് ഫൈൻഡ് ഡോക്യുമെൻറ്റ്സ് ഓൺ സ്പെസിഫിക് സെറ്റ് ഓഫ് കീവേഡ്സ് ഓർ സെർച്ച് ഐറ്റംസ്. നമ്മൾ പറഞ്ഞ എന്താണ്, ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSSൽ നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യണം. അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യണം, അതിനെ മാനേജ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, വെബ്സൈറ്റുകളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് വെബ് പേജുകളിൽ പോയിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ ആ കീവേഡ്സിലുള്ള ഡോക്യുമെൻറ്റ്സിനെ കളക്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും പല രീതിയിലുണ്ടാവും. ഫോംസ് ഓഫ് ഡാറ്റ വരുന്നത് ഓറൽ ആയിട്ടുള്ളത് ഉണ്ടാവും, മീൻസ് കോൺവെർസേഷൻസ്. വെബ്സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർ കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ടുള്ള റിപ്പോർട്ട്സും മെമ്മോസും ഇമെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും നമ്മുടെ ഡാറ്റയാണ്. അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ടാവും. അപ്പം വീഡിയോസ് എന്ന് പറയുന്നത് TV അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡോക്യുമെൻറ്റ് ഡ്രിവൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡാറ്റയാണ്. അവർക്ക് ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് സെർവ് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. വെബ്സൈറ്റിൽ പോയിട്ട് ഇൻഫർമേഷൻസ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിട്രീവ് ചെയ്യുക, അതുപോലെ തന്നെ റിട്രീവ് ചെയ്തതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത്. ഇപ്പം ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSSും ഡാറ്റ ഡ്രിവൻ DSSും തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കുക. ഡാറ്റ ഡ്രിവൻ DSS എന്ന് പറയുന്നത് എന്താണ്, റിലേസ് ഓൺ ഡാറ്റ ദാറ്റ് ഈസ് ഓൾറെഡി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റേനെയാണ് ഡാറ്റ ഡ്രിവൻ DSSൽ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ടാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷേ ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന എന്താണ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ഈസി ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ആ ഡാറ്റയെ റിട്രീവ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡോക്യുമെൻറ്റ് ഡ്രിവൻ DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ DSSൻ്റെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ടൈപ്പാണ് നോളജ് ഡ്രിവൻ DSS. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ, കോംപ്രഹെൻഷൻ ആൻഡ് സജഷൻസ് ടു യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സിന് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, വേണ്ട വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ കോംപ്രഹെൻഷൻ മീൻസ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫോമിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസേഴ്സിന് വേണ്ട സജഷൻസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റമാണ്
നോളജ് ഡ്രിവൺ DSS എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്ചർ, പ്രോസസ്, സ്റ്റോർ ആൻഡ് ഷെയർ നോളജ് എമംഗ് എംപ്ലോയീസിനിടയിൽ അവർക്ക് ആവശ്യമുള്ള നോളജിനെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ ക്യാപ്ചർ ചെയ്യുക, അതിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ ഒരു നോളജിനെ എംപ്ലോയീസിന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോളജ് ഡ്രിവൺ DSSൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ടൈപ്പാണ് വെബ് ബേസ്ഡ് DSS. അപ്പോൾ വെബ് ബേസ്ഡ് DSS എന്ന് പറയുന്നത് എന്താണ്? ഏത് DSS സിസ്റ്റവും അത് വെബിലൂടെ മീൻസ് എന്താണ്, വെബ് ബ്രൗസേഴ്സിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അതാണ് വെബ് ബേസ്ഡ് DSS എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, എനി DSS ഓപ്പറേറ്റഡ് ത്രൂ ദി ഇൻ്റർഫേസ് ഓഫ് വെബ് ബ്രൗസേഴ്സ്. വെബ് ബ്രൗസർ ഇൻ്റർഫേസ് ആയി നിന്നുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, മീൻസ് ഓൺലൈനായിട്ട് നമുക്കൊരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് വെബ് ബേസ്ഡ് DSS എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ DSS ആണ്. പേഴ്സണൽ DSS ഡിസൈൻഡ് ഫോർ ഇൻഡിവിജ്വൽസ് ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ഹിസ് ഡെയിലി വർക്ക്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ഡെയിലി വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള DSS ആണ് പേഴ്സണൽ DSS എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ DSS എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ആവശ്യത്തിന്, ഒരു പേഴ്സൻ്റെ ഡെയിലി ലൈഫിലുള്ള ഡെയിലി വർക്കിനെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇതിനടുത്താണ് ഇൻ്റലിജൻറ്റ് DSS. അപ്പോൾ ഇൻ്റലിജൻറ്റ് DSS എന്ന് പറയുന്നത് ഹെൽപ്സ് ദ യൂസേഴ്സ് ടു സെലക്ട് ദ റൈറ്റ് പേഴ്സണൽ മോഡൽ ആഫ്റ്റർ അനലൈസിങ് ടൈപ്സ് ഓഫ് ദ പ്രോബ്ലം. മാനേജ്മെൻറ്റിന് പ്രോബ്ലംസിൻ്റെ ബേസിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് DSS ആവശ്യമായിട്ടുള്ളത്. അപ്പം ഓരോ പ്രോബ്ലത്തിനും എന്തായിരിക്കും, ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ മോഡൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മുമ്പിലുള്ള പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൈറ്റ് ആയിട്ടുള്ള പേഴ്സണൽ മോഡലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഡെസ്ക്ടോപ്പ് DSS ആണ്. ഡെസ്ക്ടോപ്പ് DSS എന്ന് പറയുന്നത് സ്മോളർ ആപ്ലിക്കേഷൻസ് ആണ് ഡിസൈൻ ടു റൺ ഫ്രം എ ഡെസ്ക്ടോപ്പ് PC. ഒരു ഡെസ്ക്ടോപ്പ് PCയിൽ നിന്ന് റൺ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള DSSനെയാണ് ഡെസ്ക്ടോപ്പ് DSS എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് PC യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷന് റൺ ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു DSS എന്ന് പറയുന്നത് ഇസ് ലിങ്ക്ഡ് ടു ഡാറ്റ വെയർഹൗസ് ഓഫ് ദി ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ വെയർഹൗസുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു DSS എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ഡാറ്റ വെയർഹൗസ് ഓഫ് ദി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ഓർക്കുക. അപ്പോൾ ഡെസ്ക്ടോപ്പ് DSS എന്ന് പറഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്മോളർ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻസ് ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ളിലുള്ള ഡാറ്റ വെയർഹൗസിലേക്ക് ലിങ്ക് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് ടൈപ്പ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് വൺ മോഡൽ ഡ്രിവൺ എന്ന് പറയുമ്പോൾ മോഡൽസ് യൂസ് ചെയ്ത് ഡിസിഷൻസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം സിസ്റ്റമാണ് മോഡൽ ഡ്രിവൺ. ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസിനെ റിട്രീവ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഡാറ്റ ഡ്രിവൺ. ദെൻ കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയറിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ എന്ന് പറയുന്നത്. ദെൻ ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയെ കളക്ട് ചെയ്യുകയും അതിനെ റിട്രീവ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഡോക്യുമെൻറ്റ് ഡ്രിവൺ എന്ന് പറയുന്നത്. ദെൻ നോളജിൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുന്നതാണ് നോളജ് ഡ്രിവൺ. ദെൻ വെബ് ബേസ്ഡ് എന്ന് പറയുന്നത് ഏതൊരു DSSഉം വെബുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് വെബ് ബേസ്ഡ് DSS ആണ്. ദെൻ ഒരു പേഴ്സൻ്റെ ഡെയിലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് പേഴ്സണൽ DSS. ദെൻ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത് വേരിയസ് പ്രോബ്ലത്തിന് വേരിയസ് ആയിട്ടുള്ള പേഴ്സണൽ DSS ആവശ്യമായിട്ട് വരും. അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം റൈറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ദെൻ ഡെസ്ക്ടോപ്പ് DSS എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ കഴിയുന്ന ഡാറ്റ വെയർഹൗസുമായി കണക്ഷനുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള DSS ആണ് ഡെസ്ക്ടോപ്പ് DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് DSS ആണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഫസ്റ്റ് ബെനിഫിറ്റ് ഇതാണ്, ഇറ്റ് ഹെൽപ്സ് സേവിങ് ടൈം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സൈക്കിൾ ടൈം, മീൻസ് അവർക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു സൈക്കിൾ ടൈമിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ടൈംലി ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട്
ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ഹെൽപ്സ് ഇൻ സേവിങ് ടൈം. ദെൻ ഇംപ്രൂവ് എഫിഷ്യൻസി ആണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഓഫ് ഡിസിഷൻ മേക്കിംഗ് റിസൾട്ടിങ് ബെറ്റർ ഡിസിഷൻസ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീൻസ് എന്താണ്, നമുക്ക് ക്വിക്കായിട്ട് ഡാറ്റയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതിനെ ബെറ്റർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. ദ നെക്സ്റ്റ് വൺ ആണ് ബൂസ്റ്റപ്പ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻ്റർ പേഴ്സണൽ ആളുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DSS സഹായിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെയിം ലെവൽ ഓഫ് എംപ്ലോയീസ് ആൻഡ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അപ്പം ഡിഫറെൻറ്റ് ലെവൽസിലുള്ള മാനേജ്മെൻറ്റും എംപ്ലോയീസിനിടയിലുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഒരേ ലെവലുള്ള എംപ്ലോയീസിനിടയിലുള്ള ഇൻ്റർ പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് DSS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് പ്രൊവൈഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് മീൻസ് നമുക്ക് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും ഓവർ ദി അതർ ഓർഗനൈസേഷൻ വിച്ച് ഡു നോട്ട് യൂസ് DSS ഉപയോഗിക്കാതെ ഡിസിഷൻ എടുക്കുന്ന ഓർഗനൈസേഷനിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് DSSലൂടെ. അപ്പം DSS യൂസ് ചെയ്യുന്ന ആളുകളെക്കാട്ടിയും കോമ്പറ്റേറ്റീവ് ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ബെനിഫിറ്റ് ആണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മീൻസ് എന്താണ്, റിസർച്ചും സ്റ്റഡീസും റിവീൽ ചെയ്തിട്ടുള്ളതാണ് DSS യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്കറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയും. അതിലൂടെ ഓർഗനൈസേഷന് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ദെൻ ഹൈ സാറ്റിസ്ഫാക്ഷൻ എമംഗ് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടേഴ്സും ലേറ്റസ്റ്റ് ടെക്നോളജീസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ ടു ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് റെഡ്യൂസ് ഫ്രസ്ട്രേഷൻസ് എമംഗ് ദം. അപ്പോൾ ഇപ്പോൾ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അത്തരം ഡിസിഷൻ എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ അവർക്ക് ഫ്രസ്ട്രേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ടെക്നോളജീസും കമ്പ്യൂട്ടർ ഡാറ്റാബേസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹൈ സാറ്റിസ്ഫാക്ഷൻ ആണ് ഡിസിഷൻ മേക്കേഴ്സിന് ഉണ്ടാവുക DSS യൂസ് ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ എന്താണ്, ദ ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ദേ ആർ ഗുഡ് ഡിസിഷൻ മേക്കേഴ്സ്. അവർ നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും, നല്ല രീതിയിലുള്ള കോൺഫിഡൻസും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവുകയും ചെയ്യും. ദെൻ 7th പോയിന്റ് ഇതാണ്, സപ്പോർട്ട് ലേണിംഗ് ആണ്. DSS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ 2 രീതിയിലുള്ള ലേണിങ്സ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാനേജേഴ്സ് ദംസെൽഫ് ലേൺ ന്യൂ കോൺസെപ്റ്റ്സ്. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സ്വന്തമായിട്ട് പുതിയ കോൺസെപ്റ്റുകൾ ലേൺ ചെയ്യാൻ കഴിയും. അതുപോലെ രണ്ടാമത് പറയുകയാണെങ്കിൽ എന്താണ്, ബെറ്റർ ഫാക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് ബിസിനസ് ആസ് വെൽ ആസ് ദ ഡിസിഷൻ മേക്കിംഗ് എൻവിറോൺമെൻറ്റ് ആണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എൻവിറോൺമെൻറ്റ് എന്താണ്, ബിസിനസ് എന്താണെന്നുള്ള കാര്യം അതിനെക്കുറിച്ചുള്ളൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജേഴ്സിന് ലഭിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ DSS സപ്പോർട്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിന് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിനെ ലേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് ബെനിഫിറ്റ് എൻഹാൻസ്ഡ് ഓർഗനൈസേഷണൽ കൺട്രോൾ ആണ്. അപ്പോൾ എൻഹാൻസ്ഡ് ഓർഗനൈസേഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ മാനേജേഴ്സിന് എന്താണ്, പ്രോപ്പറായിട്ട് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് DSS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം DSS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻ ഡാറ്റാസ് ഈസിലി അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലൂടെ എന്താണ്, ഓർഗനൈസേഷന് അതിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് മാനേജ്മെൻറ്റ് എന്തുണ്ടാവും, ഒരു പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് DSS എന്ന് പറയുന്നത്. അപ്പോൾ എൻഹാൻസ്ഡ് ഓർഗനൈസേഷൻ കൺട്രോൾ അവർക്ക് എന്താണ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ട്രാൻസാക്ഷൻ ഡാറ്റ മാനേജ്മെൻറ്റിന് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പം എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ മാത്രമല്ല അവർക്ക് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവർക്ക് പ്രോപ്പറായിട്ട് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനടുത്ത് നോക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് DSS ആണ്. അപ്പം DSS യൂസ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ആണ് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നതാണ് സഫേഴ്സ് ദ പ്രോബ്ലംസ് ഓഫ്
കമ്പ്യൂട്ടേഷണൽ ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു ലിമിറ്റഡ് മെമ്മറി ആൻഡ് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റീസ്. DSSന് ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്മറി ആൻഡ് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റീസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് വരും. മീൻസ് എന്താണ് അവർക്ക് നല്ല രീതിയിൽ ഹ്യൂജ് ആയിട്ടുള്ള വോളിയം ഓഫ് ഡാറ്റ എടുത്ത് അതിൻ്റെ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റീസിൻ്റെ കുറവ്, അത് അവരുടെ പ്രോബ്ലമാണ്. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻ ആണ് ലോ സ്പീഡാണ്. അപ്പം സ്പീഡ് ഓഫ് വർക്ക് സ്റ്റേഷൻ യൂസ്ഡ് ഇൻ DSS യൂസ് ചെയ്യുന്ന വർക്ക് സ്റ്റേഷൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് കമ്പയർ ടു അതർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് DSSൻ്റെ വർക്ക് സ്റ്റേഷൻ്റെ സ്പീഡ് വളരെ കുറവാണ്. അതൊരു ലിമിറ്റേഷനാണ്. ഇനി ലാസ്റ്റ് ലിമിറ്റേഷനാണ് ലിമിറ്റഡ് ടു ഇൻഡിവിജ്വൽ യൂസ് ആണ്. മോസ്റ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ആർ ഡിസൈൻ ടു മീറ്റ് ദ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ മാനേജേഴ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ് മോസ്റ്റ്ലി ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഡിവിജ്വൽ യൂസിന് മാത്രം ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അതെന്താണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ജനറൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അഭാവം അതിൻ്റെ ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.